ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാജീവനേത്ര രഘുപുംഗവ രാമഭദ്ര രാഗേന്ദുബിംബ സദൃശാനന നീലഗാത്ര രാമാഭിരാമ രഘുവംശ സമുദ്ഭവത്വം ശ്രീരാമചന്ദ്ര മമ ദേഹി കരാവലംബം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ യുദ്ധകാണ്ഡത്തിലെ സ്തുതികളിലേക്ക് പ്രവേശിക്കുകയാണ്. സുന്ദരകാണ്ഡത്തിൽ സ്തുതികളൊന്നും തന്നെയില്ല. യുദ്ധകാണ്ഡത്തിൽ ആദ്യം തന്നെ വരുന്നത് വിഭീഷണന്റെ സ്തുതിയാണ്. ലങ്കയിൽ രാവണസഭയിൽ തകൃതിയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവണന്റെ അനുജന്മാരായ കുംഭകർണനും വിഭീഷണനും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. രണ്ട് സഹോദരന്മാർക്കും രാവണൻ ചെയ്ത പ്രവൃത്തിയോട് വിരോധമുണ്ട്. കുംഭകർണൻ പറയുന്നു, രാക്ഷസ വംശവിനാശനത്തിനായിട്ടാണ് അങ്ങ് സാക്ഷാൽ മഹാലക്ഷ്മിയായ സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നത്. ഭവിഷ്യത്ത് എന്തെന്നറിയാതെ ഭവാനാൽ ചെയ്യപ്പെട്ടത് ഏറ്റവും അനുചിതമായ ഒരു കർമ്മമാണ്. എങ്കിലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ശ്രീരാമനോട് യുദ്ധം ചെയ്യാം എന്ന് പറയുകയാണ് കുംഭകർണൻ. എന്നാൽ വിഭീഷണൻ അവിടെ ശുഭകരവും ഹിതവും പവിത്രവുമായ വാക്കുകളെ കൊണ്ട് ജ്യേഷ്ഠനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ദേവശ്രേഷ്ഠന്മാരോ സാക്ഷാൽ പരമേശ്വരനോ ഇന്ദ്രനോ യമനോ അങ്ങയെ പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചാൽ പോലും ശ്രീരാമൻ അങ്ങയെ ജീവനോടെ വിടുകയില്ല എന്ന് വിഭീഷണൻ പറഞ്ഞുകൊടുക്കുന്നു രാവണന്. എന്നാൽ കാലനാൽ പ്രേരിപ്പിക്കപ്പെട്ട രാവണൻ വിഭീഷണനോട് പറയുന്നു, മിത്രഭാവം നടിച്ചുകൊണ്ടിരിക്കുന്ന നീ എൻ്റെ ശത്രു തന്നെ ആയിരിക്കുന്നു. മറ്റൊരു രാക്ഷസനാണ് ഇപ്രകാരം പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഇപ്പോൾ തന്നെ വധിച്ചു കളയുമായിരുന്നു. രാക്ഷസാധമനായ നിന്നെ ഞാൻ ധിക്കരിക്കുകയാണ് എന്ന് പറയുന്നു. രാവണനാൽ ഇപ്രകാരം പരുഷവചനങ്ങളാൽ ധിക്കരിക്കപ്പെട്ട വിഭീഷണൻ പെട്ടെന്ന് എഴുന്നേറ്റ് 4 മന്ത്രിമാരോടുകൂടി ആകാശത്തിലേക്ക് ഉയർന്നിട്ട് കോപത്തോടുകൂടി രാവണനോട് പറയുന്നു, ശ്രീരാമൻ സർവദാ സാക്ഷാൽ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് എല്ലാ ഭൂതങ്ങളുടെയും അകത്തും പുറത്തും എല്ലായിടവും സമാനഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ്. കാലരൂപിയായ ആ ഭഗവാൻ അങ്ങയെ വധിക്കുന്നതിനായി ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായി മായയാൽ രാമന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അത് അന്യഥാകരിക്കുന്നത് എങ്ങനെ? ജ്യേഷ്ഠ, മുഴുവൻ രാക്ഷസകുലവും അങ്ങും വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. അതിനാൽ ഞാൻ ശ്രീരാഘവന്റെ സമീപത്തേക്ക് ഗമിക്കുകയാണ്. രാവണന്റെ വാക്യം ഹേതുവായി വിഭീഷണൻ ക്ഷണത്തിൽ തന്നെ സർവവും പരിത്യജിച്ച് ശ്രീരാമ പാദാരവിന്ദങ്ങളെ സേവിക്കുവാൻ വേണ്ടി ആ സന്നിധിയിലേക്ക് യാത്രയായി. അനന്തരം ആകാശത്തിൽ ശ്രീരാമന് അഭിമുഖമായി നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറയുന്നു വിഭീഷണൻ, രാവണന്റെ അനുജനായ വിഭീഷണനാണ് ഞാൻ. ജ്യേഷ്ഠനാൽ
തിരസ്കൃതനായ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. സംസാരസാഗരത്തിൽ നിന്ന് മോചനം ലഭിച്ച് മുക്തി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ആ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. വിഭീഷണന്റെ വാക്കുകേട്ട് സുഗ്രീവനടക്കമുള്ള പ്രമുഖരായ വാനരന്മാരെല്ലാം വിഭീഷണന് അഭയം കൊടുക്കരുത് എന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. പക്ഷേ ഹനുമാൻ സ്വാമി മാത്രം വിഭീഷണനെ അനുകൂലിച്ച് സംസാരിച്ചു. ഭഗവാൻ അപ്പോൾ പറയുകയാണ്, ഒരിക്കലെങ്കിലും എന്നെ ശരണം പ്രാപിച്ച് ഞാൻ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് യാചിക്കുന്നവന് ഞാൻ അഭയം നൽകാതിരിക്കില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുക എന്നത് എൻ്റെ വ്രതമാണ് എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമവചനം കേട്ട് സുഗ്രീവൻ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരുന്നു. വിഭീഷണനാവട്ടെ ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഹർഷാതിരേകത്താൽ ഗദ്ഗദകണ്ഠനായി പരമഭക്തിയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് സ്തുതിക്കുവാൻ ആരംഭിച്ചു. വിഭീഷണ സ്തുതി. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമഃ ചണ്ഡകോദണ്ഡധരായ നമോ നമഃ പണ്ഡിതഹൃൽ പുണ്ഡരീകചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദി ഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശന നിന്തിരുവടി താനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാ. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങളുണ്ടായി വരുന്നതും എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുമതിനില്ല സംശയം. പുത്രധാരാദി വിഷയങ്ങളിലതിസക്തി കലന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ
ആത്മനി കാണേണമാത്മാനമാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കയുമോർത്താലൊടുക്കമനാത്മനാ ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാത്തവർ മാനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കവേ ചിന്തിക്കിലോ നിന്തിരോപടി നിർണയം അന്തവുമാദിയുമില്ലാത്ത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ നൂനമണോവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാന പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയന ദയാനിധേ ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിത്യൻ നിരാമയൻ നിർമ്മലൻ നിസ്പൃഹൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തിനിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ സീതാപതേ രാമകാരുണീകോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ശ്രീരാമ നാമസങ്കീർത്തനം ജയ ജയ രാമ രാമ